Good morning dear students. നമുക്കിന്ന് ന്യൂട്രീഷൻ ഇൻ ബാക്ടീരിയ നോക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗാനിസത്തിനും അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പോൾ എനർജി കിട്ടുന്നത് അവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ നിന്നാണ്. അപ്പോൾ ചില ഓർഗാനിസത്തിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവയെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ചില ഓർഗാനിസം മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അവയെ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോക്യാരിയോട്സ് ഈ ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സിലും വരുന്ന വിഭാഗക്കാരാണ്. അപ്പോൾ ചില പ്രോക്യാരിയോട്സ് ഓട്ടോട്രോപ്സ് ആയിരിക്കും, ചിലവ ഹെറ്ററോട്രോപ്സ് ആയിരിക്കും. ന്യൂട്രീഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഓർഗാനിസം അതിൻ്റെ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഫുഡ് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോഡി ആക്ടിവിറ്റീസിന് വേണ്ട എനർജി ആയിട്ട് മാറുന്നത് എന്നാണ് ന്യൂട്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓട്ടോട്രോപ്സ്. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്സിന് ആ പ്രോസസ്സിന് വേണ്ടി എനർജി ആവശ്യമാണ്. അപ്പോൾ ആ എനർജി ഓട്ടോട്രോപ്പിക് പ്രോസസ്സ് നടത്താൻ വേണ്ടിയുള്ള എനർജി അത് ഒന്നുകിൽ സൺലൈറ്റിൽ നിന്നും നേടിയെടുക്കും, അല്ലെങ്കിൽ കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുള്ള കെമിക്കൽ എനർജി ആയിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ എനർജി അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോട്രോപ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്നും കീമോ ഓട്ടോട്രോപ്സ് എന്നും. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് യൂസിങ് എനർജി. ആ എനർജി എവിടെ നിന്നും അത് നേടുന്നു എന്നതിൻ്റെ ബേസിൽ നമ്മൾ ഓട്ടോട്രോപ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫോട്ടോ ഓട്ടോട്രോപ്സ്, അപ്പോൾ അവർ സൺലൈറ്റിൽ നിന്നുമായിരിക്കും എനർജി സ്വീകരിക്കുന്നത്. കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പം കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും അവർ ഫുഡ് റിക്വയർമെൻറ്റ്സിന് വേണ്ടി, ഫുഡ് സിന്തസൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓട്ടോട്രോപ്സ് രണ്ടായിട്ട് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്നും കീമോ ഓട്ടോട്രോപ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിലാദ്യത്തേത് ഫോട്ടോ ഓട്ടോട്രോപ്സ്. ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പം ആ പേരിലുണ്ട് ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ് ബട്ട് ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ സൺലൈറ്റ്. സൺലൈറ്റിനെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇനോർഗാനിക് റോ മെറ്റീരിയൽസിൽ നിന്നും അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സൺലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സൺലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് അവരിൽ പ്രത്യേക തരത്തിലുള്ള പിഗ്മെൻറ്റ് സെല്ലുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ടീരിയൽ ക്ലോറോഫിൽ. നമുക്കറിയാം പ്ലാന്റ്സിലും ആൽഗയിലും എല്ലാം ക്ലോറോഫില്ലുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്കും ക്ലോറോഫില്ലുണ്ട്. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ക്ലോറോഫിൽ ആയതുകൊണ്ട് നമ്മളതിനെ ബാക്ടീരിയൽ ക്ലോറോഫിൽ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്, അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയൽ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ATP ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ATP ഉപയോഗിച്ചിട്ടാണ് ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്നും ഈ ഫോട്ടോ ഓട്ടോട്രോപിക് ബാക്ടീരിയ അതിന് വേണ്ട ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുന്നത്. ഫോട്ടോ ഓട്ടോട്രോപിക് ആയിട്ടുള്ള പ്രൊക്യാരിയോട്സ് എല്ലാം വരുന്ന ഒരു മെയിൻ ക്ലാസിഫിക്കേഷനാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ യു ബാക്ടീരിയയിലെ മിക്ക മെമ്പേഴ്സും ഫോട്ടോ ഓട്ടോട്രോപിക് ആണ്. എന്നാൽ ആർക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽ ആരും തന്നെ ഫോട്ടോ ഓട്ടോട്രോപിക് അല്ല. അപ്പോൾ ഓട്ടോട്രോപ്സിൻ്റെ പ്രത്യേകത സ്വന്തമായിട്ട് ഭക്ഷണം സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ സൺലൈറ്റ് യൂസ് ചെയ്യുന്നു. ആ സൺലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു സ്പെഷ്യൽ പിഗ്മെൻ്റ് ഉണ്ട്. അതിനെ ബാക്ടീരിയൽ ക്ലോറോഫിൽ എന്ന് പറയുന്നു. അത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ATPയുടെ സഹായത്തോടു കൂടി ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സ് ഈ ഫോട്ടോ ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡൊമൈൻ യു ബാക്ടീരിയയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും ഫോട്ടോ ഓട്ടോട്രോപ്സ് ആണ്. ഇനി പ്രൊക്യാരിയോട്ടിൽ ഉള്ള ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് മറ്റ് ഓർഗാനിസം, അതായത് പ്ലാന്റ്സിലെയും ആൽഗയിലെയും ഫോട്ടോസിന്തസിസുമായിട്ട് ഡിഫർ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാ ഓർഗാനിസവും അല്ലെങ്കിൽ ഫോട്ടോട്രോപിക് ആയിട്ടുള്ള ഓർഗാനിസംസ് അവരുടെ ഹൈഡ്രജൻ റിക്വയർമെൻറ്റിന് വേണ്ടി വാട്ടറിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. വാട്ടറിൽ നിന്നാണ് ഹൈഡ്രജൻ റിക്വയർമെൻറ്റ് ബാക്കിയുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സും ആൽഗയും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയ ഹൈഡ്രജൻ റിക്വയർമെൻറ്റിന് വേണ്ടി വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. പകരം ഹൈഡ്രജനെ അത് നേടിയെടുക്കുന്നത്
H2S, അതായത് ഹൈഡ്രജൻ സൾഫൈഡിൽ നിന്നും അമോണിയയിൽ നിന്നുമൊക്കെയാണ്. അപ്പം ഇങ്ങനെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പെക്യുലാരിറ്റി. അപ്പം വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഹൈഡ്രജൻ അതെടുക്കുന്നത് മറ്റുള്ള കെമിക്കൽസ് ആയിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡിൽ നിന്നും അമോണിയയിൽ നിന്നുമാണ് ഹൈഡ്രജനെ എടുക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജനെ എന്തിനാണ് അവരെടുക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് സിന്തസിസിൽ നമുക്കറിയാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കോമ്പൗണ്ടൻസിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ ഹൈഡ്രജൻ വേണം. അപ്പോൾ ആ ഹൈഡ്രജൻ റിക്വയർമെൻറ്റിന് വേണ്ടി ഇവ എന്തിനു ചെയ്യുന്നു? ഈ അമോണിയ അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ക്ലോറോഫിൽ ഇതിനകത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊന്നുമല്ല കാണപ്പെടുന്നത്, പകരം പ്ലാസ്മ മെംബ്രെയിനിലാണ്. പ്ലാന്റ്സിലും ആൽഗയിലും ഒക്കെ പ്ലാസ്റ്റിഡ്സിലോ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലും ഒക്കെയാണ് ഈ ക്ലോറോഫിൽ കാണപ്പെടുന്നത്. പക്ഷേ ബാക്ടീരിയയുടെ സ്പെസിഫിക് ആയിട്ട് ഓർഗനൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസാണ് മെയിനായിട്ടും പ്ലാന്റ്സും അതുപോലെ തന്നെ പ്ലാന്റ്സും ആൽഗയും അതുപോലെ തന്നെ ബാക്ടീരിയയും തമ്മിൽ ഫോട്ടോസിന്തസിസിൻ്റെ കാര്യത്തിൽ ഉള്ളത്. ഇനി അടുത്തത് കീമോ ഓട്ടോട്രോപ്സ് ആണ്. കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഓട്ടോട്രോപ്സ് ആണ്. സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബട്ട് ദേ റിക്വയർ കെമിക്കൽ എനർജി. അവർ ലൈറ്റ് എനർജി അല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന, പകരം കെമിക്കൽ എനർജിയാണ്. അപ്പോൾ ഇൻഓർഗാനിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നു? ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുന്നു. പക്ഷേ അതിനുവേണ്ടി അവർ എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നത് മറ്റുള്ള ഇൻഓർഗാനിക് കെമിക്കൽസിൽ നിന്നായിരിക്കും. അപ്പോൾ അവർ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സൾഫർ, നൈട്രജൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് ആയിട്ടുള്ള അമോണിയ, നൈട്രേറ്റ്, സൾഫേറ്റ് എന്നീ കോമ്പൗണ്ട്സിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടുകളെ, അതായത് അമോണിയ, നൈട്രേറ്റ്, സൾഫൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അപ്പം അതിൽ നിന്നും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും കീമോ ഓട്ടോട്രോപ്സ് ഇൻഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ കീമോ ഓട്ടോട്രോപ്സും ഫോട്ടോ ഓട്ടോട്രോപ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫോട്ടോ ഓട്ടോട്രോപ്സ് ലൈറ്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നു, കീമോ ഓട്ടോട്രോപ്സ് കെമിക്കൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കെമിക്കൽ എനർജി കിട്ടാൻ വേണ്ടി അവ ഈ സൾഫർ, നൈട്രജൻ കോമ്പൗണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ സൾഫർ കോമ്പൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ സൾഫൈഡ്. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് അമോണിയ, നൈട്രേറ്റ് എല്ലാം. അപ്പം അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഇൻഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്നും അവ കാർബോഹൈഡ്രേറ്റ് സിന്തസൈസ് ചെയ്യുന്നു. ഇതിൽ ഈ കീമോ ഓട്ടോട്രോപ്പിക് പ്രൊക്യാരിയോട്ടിൽ വരുന്നത് ഡൊമൈൻ ആർക്കയിലുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ ഫോട്ടോ ഓട്ടോട്രോപ്പിക്കിൽ ബാക്ടീരിയ വന്നപ്പോൾ കീമോ ഓട്ടോട്രോപ്പിക്കിൽ വന്നത് ആർക്കയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഈ കീമോ ഓട്ടോട്രോപ്സുകൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ന്യൂട്രിയൻസ് റീസൈക്ലിങ്ങിന് വേണ്ടി. ഓർഗാനിക്, ഇൻഓർഗാനിക് മെറ്റീരിയൽസിനെ റീസൈക്കിൾ ചെയ്യാനായിട്ട് അവ ഒത്തിരിയേറെ റോള് വഹിക്കുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യാനും അതിനെ എൻവയോൺമെൻറ്റിലേക്ക് തിരിച്ച് റീസൈക്കിൾ ചെയ്യാനും ഈ കീമോ ഓട്ടോട്രോപ്സ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അടുത്തത് ഹെട്രോട്രോപ്സ്. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഓട്ടോട്രോപ്സ് കംപ്ലീറ്റ് ആയി. ഫോട്ടോ ഓട്ടോട്രോപ്സും പറഞ്ഞു, കീമോ ഓട്ടോട്രോപ്സും പറഞ്ഞു. ഇനി അടുത്ത വിഭാഗക്കാരാണ് ഹെട്രോട്രോപ്സ്. അപ്പം നമുക്കറിയാം ഹെട്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താ? സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവ എപ്പോഴും ഓട്ടോട്രോപ്പുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ എനർജി റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അവ എന്ത് ചെയ്യുന്നു? ഈ ഓർഗാനിക്, അതായത് ഓട്ടോട്രോപ്പുകൾ ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും അവരവരുടെ എനർജി റിക്വയർമെൻറ്റിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അതിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ലിബറേറ്റ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ലൈഫ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. അപ്പം ഇവരിൽ ഈ ഹെറ്ററോട്രോപിക് ബാക്ടീരിയയിൽ ഇങ്ങനെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ചിലപ്പം ഓക്സിഡൈസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു പോകണം എന്നില്ല. അതിനിടയ്ക്ക് ഇവർ ചില കോമ്പൗണ്ടുകളെ സിന്തസൈസ് ചെയ്യും. അങ്ങനെ കോമ്പൗണ്ടുകളെ സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഹെറ്ററോട്രോപിക് ബാക്ടീരിയയുടെ പ്രത്യേകത അവരെപ്പോഴും ഓട്ടോട്രോപിക് ബാക്ടീരിയയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്പുകൾ ഓൾറെഡി സിന്തസൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്ന എനർജിയാണ്
അവരുടെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം എനർജിയും ലിബറേറ്റ് ചെയ്ത് പോകണം എന്നില്ല. ഇടയ്ക്ക് ചില ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്ത് അതിനകത്തിൽ ആ എനർജി ലോക്ക് ഡൗൺ ആയിട്ട് ഇരിക്കും. മനസ്സിലായോ? അങ്ങനെ ഇടയ്ക്ക് മറ്റുള്ള ഇൻ്റർമീഡിയറ്റിനെ സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. അത് പക്ഷേ ഹ്യൂമന് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ആ ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ലാറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൈക്രോ ഓർഗാനിസമാണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ഫ്രൂട്ട്സുകളെ അല്ലെങ്കിൽ എല്ലാ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ കുറച്ചുകൂടെ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡായിട്ട് മാറ്റാനുമുള്ള കഴിവ് ഈ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയയ്ക്കുണ്ട്. അപ്പോൾ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ നമുക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ്. കാരണം അവരുടെ ഫുഡ് റിക്വയർമെൻറ്റ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ചില കെമിക്കൽ കോമ്പൗണ്ട്സുകളെയും അവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൊണ്ടുള്ള ഉപയോഗം നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒത്തിരിയേറെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഈ ഫെർമെൻറ്റേഷൻ ബാക്ടീരിയയുടെ ഫെർമെൻറ്റേഷൻ എന്നുള്ള ആ ഒരു കഴിവ് ഉപയോഗിച്ച് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ ആൽക്കഹോളും ആസിഡ്സും മറ്റുള്ള ഓർഗാനിക് സോൾവെൻസും എല്ലാം തന്നെ ഈ ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൊണ്ടുള്ള നമുക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള പ്രൊക്യാരിയോട്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഫോട്ടോ ഹെറ്ററോട്രോപ്സ് എന്നും കീമോ ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ഹെറ്ററോട്രോപ്സിനെയും വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഫോട്ടോ ഹെറ്ററോട്രോപ്സ് ആൻഡ് കീമോ ഹെറ്ററോട്രോപ്സ്. ഫോട്ടോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഫോട്ടോയാണ്, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു കാർബൺ കോമ്പൗണ്ടിൽ നിന്നും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത എനർജി ലിബറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ലൈറ്റ് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ മാത്രമേ ഈ ഫോട്ടോ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയയ്ക്ക് അതിൻ്റെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയാണ് നമ്മൾ ഫോട്ടോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ, ഗ്രീൻ നോൺ സൾഫർ ബാക്ടീരിയ. ഇതെല്ലാം ഈ ഫോട്ടോ ഹെറ്ററോട്രോപ്സിന് എക്സാമ്പിളാണ്. അടുത്ത കീമോ ഹെറ്ററോട്രോപ്സ്. കീമോ ഹെറ്ററോട്രോപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം സിന്തസൈസ് ചെയ്യാൻ കഴിവില്ല. അവ എന്ത് ചെയ്യുന്നു? ഓട്ടോട്രോപ്പിക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഓട്ടോട്രോപ്പിക് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തോ വേണം? അവർ സിന്തസൈസ് ചെയ്ത് വെച്ചേക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? കെമിക്കൽ എനർജി വേണം. അപ്പോൾ ആ കെമിക്കൽ എനർജി അവർ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവ ആ കെമിക്കൽ എനർജി നേടിയെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയാണ് നമ്മൾ കീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീമോ ഹെറ്ററോട്രോപ്സിൻ്റെ പ്രത്യേകത അവർക്ക് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റ് ഓർഗാനിക് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന കെമിക്കൽ എനർജി ഉപയോഗിച്ച് അവർക്ക് ആ അവരുടെ ഫുഡ് സാറ്റിസ്ഫാക്ഷൻ നേടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ എനർജി റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയാണ് നമ്മൾ ഫോട്ടോ ഹെറ്ററോട്രോപ്സ് കീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീമോ ഹെറ്ററോട്രോപ്സിന് എക്സാമ്പിളാണ് മിക്ക ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. മിക്ക ബാക്ടീരിയ ഹെറ്ററോട്രോപ്സ് ആണെന്ന് പറഞ്ഞു. ഈ ഹെറ്ററോട്രോപ്പിൽ തന്നെ മിക്ക ബാക്ടീരിയ കീമോ ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പോൾ കീമോ ഹെറ്ററോട്രോപ്സിന് കെമിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ സിന്തസൈസ് ചെയ്തേക്കുന്ന ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് എക്സാമ്പിൾ മോസ്റ്റ് ബാക്ടീരിയ, അതുപോലെ മറ്റ് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള പ്രോട്ടോസോവൻസും ഫംഗയൊക്കെ കീമോ ഹെറ്ററോട്രോപ്പാണ്. നെക്സ്റ്റ് ഈസ് നമ്മൾ ഈ ന്യൂട്രീഷൻ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ അറിയുന്നത് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? ചില ബാക്ടീരിയ ഫോട്ടോ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് മനസ്സിലാക്കി. ചില ബാക്ടീരിയ കീമോ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് മനസ്സിലാക്കി. മിക്ക ബാക്ടീരിയയും ഹെറ്ററോട്രോപ്പ് ആണെന്ന് മനസ്സിലാക്കി. അതിൽ തന്നെ മിക്ക ബാക്ടീരിയയും കീമോ ഹെറ്ററോട്രോപ്പ് ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഈ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ ഫെർമെൻറ്റേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള
പോലെയുള്ള കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഉപയോഗമുള്ളതാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവ ബാക്ടീരിയ ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൽ, അതിൽ ഫോട്ടോട്രോപ്സിനും ഓട്ടോട്രോപ്സിനും ഒരേ റോളുണ്ട്. ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൽ മേജർ റോൾ വഹിക്കുന്ന ആൾക്കാരാണ് ഈ ബാക്ടീരിയ എന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ അവർ ഫുഡ് ചെയിനിലെ ഇന്നെവിറ്റബിൾ പാർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയാണ് ഈ ബാക്ടീരിയൽ ന്യൂട്രീഷൻ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന മേന്മകൾ. ഓക്കെ, ഇത് ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ എൻ്റെ ബേസിൽ ബാക്ടീരിയ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ആകെ ഉള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ബാക്ടീരിയ നമ്മൾ മെയിനായിട്ടും ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഓട്ടോട്രോപ്സിനെ നമ്മൾ ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്നും കീമോ ഓട്ടോട്രോപ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. അതിൽ ഫോട്ടോ ഓട്ടോട്രോപ്സിൽ വരുന്നതാണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ, പർപ്പിൾ സൾഫർ ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ. ഇത് ഇത്രയും ഫോട്ടോ ഓട്ടോട്രോപ്സ് ആണ്. അപ്പോൾ അവർ ലൈറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു. അവരിൽ എന്തോ ഉണ്ട്? ബാക്ടീരിയൽ ക്ലോറോഫില്ലുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിന് കീമോ ഓട്ടോട്രോപ്സ് ആണ്. കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് പ്രത്യേകത? അവർ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടായിരുന്നു ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കെമിക്കൽ എനർജിക്ക് വേണ്ടി അവർ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയ പോലെയുള്ള കോമ്പൗണ്ട്സിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതിന് എക്സാമ്പിളാണ് അയൺ ബാക്ടീരിയ, നൈട്രിഫൈങ് ബാക്ടീരിയ ഒക്കെ. അപ്പോൾ അയൺ ബാക്ടീരിയ, നൈട്രിഫൈങ് ബാക്ടീരിയ ഒരു കീമോ ഓട്ടോട്രോപ്പ് ആണ്. ഇനി അടുത്ത ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനാണ് ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അവർ ഈ ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മോസ്റ്റ് ബാക്ടീരിയം ഹെറ്ററോട്രോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹെറ്ററോട്രോപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, ഫോട്ടോ ഹെറ്ററോട്രോപ്പ് എന്നും കീമോ ഹെറ്ററോട്രോപ്പ് എന്നും. ഫോട്ടോ ഹെറ്ററോട്രോപ്പിൽ വരുന്ന ബാക്ടീരിയ ആണ് ഗ്രീൻ നോൺ സൾഫർ ബാക്ടീരിയ ആൻഡ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ. അപ്പം ഗ്രീൻ ആൻഡ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ വരുന്നത് ഈ ഫോട്ടോ ഹെറ്ററോട്രോപ്പിലാണ്. അത് അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ഫുഡ് യൂട്ടിലൈസ് ചെയ്യണം. മറ്റുള്ളവർ സിന്തസൈസ് ചെയ്തേക്കുന്ന ഫുഡ് അവരുടെ എനർജി റിക്വയർമെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ലൈറ്റ് എനർജിയുടെ പ്രസൻസ് വേണം. അടുത്തത് കീമോ ഹെറ്ററോട്രോപ്സ്. കീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ മോസ്റ്റ് ബാക്ടീരിയ, മിക്ക ബാക്ടീരിയയും കീമോ ഹെറ്ററോട്രോപ്സ് ആണ്. ബാക്ടീരിയയ്ക്കൊപ്പം പ്രോട്ടോസോവൻസും ഫംഗയും കീമോ ഹെറ്ററോട്രോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ സിന്തസൈസ് ചെയ്ത ഫുഡ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ മറ്റുള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യുന്ന കെമിക്കൽ എനർജി ഉണ്ടെങ്കിലേ അവർക്കത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ ന്യൂട്രീഷൻ. അപ്പോൾ ബാക്ടീരിയ ന്യൂട്രീഷൻ്റെ ബേസിൽ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു.